ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എക്സാം ഡേയെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ എക്സാം ചില കുട്ടികൾക്ക് രാവിലെയാണ്, ചിലർക്ക് ഉച്ച കഴിഞ്ഞാണ്. അപ്പോൾ രാവിലെ എക്സാം ഉണ്ടെങ്കിൽ തലേ ദിവസം ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നും പഠിക്കാനിരിക്കേണ്ട. കുറച്ച് രാവിലെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക. അതായത് രാവിലെ ഒരു 5:30-ക്കെങ്കിലും എഴുന്നേറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഉച്ച കഴിഞ്ഞാണ് എക്സാം എങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാലും മതി. ഒരു 6:30-ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി. അപ്പോൾ ഉച്ച കഴിഞ്ഞ് എക്സാം ഉള്ളവര് ഒരു 6:30-ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റതിന് ശേഷം പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പഠിക്കാനായിട്ട് ഇരിക്കാം. അപ്പോൾ ആദ്യമേ നിങ്ങൾ റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഇപ്പോൾ 2, 4, 6, 8, 10 ക്ലാസ്സുകൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം കിട്ടും. എന്നാൽ 1, 3, 5, 7, 9 ഈ ക്ലാസ്സുകാർക്ക് ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നതും ടീച്ചേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നതുമായ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ഇനി മാത്സ് ഒക്കെ പരീക്ഷയാണെങ്കിൽ അത് ചെയ്ത് തന്നെ പഠിക്കുക. ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ പ്രധാനപ്പെട്ട വേർഡ്സും അതുപോലെ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ ഒരു 7 മണി തൊട്ട് 8:30 വരെയൊക്കെ പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ പറയാനുള്ളത് എക്സാം ഡേയിൽ കഴിവതും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി കുറച്ച് സമയം അകത്തിരുന്ന് പഠിച്ചതിന് ശേഷം പിന്നെ പുറത്ത് വന്നിരുന്ന് ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് ഒന്ന് ചെടികളുടെയൊക്കെ ഇടയ്ക്കോ ഒക്കെ ഇരുന്നൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം ആണെങ്കിൽ പോലും ഫുൾ ടൈം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട. ഇടയ്ക്കൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് ടിവിയും മൊബൈൽ ഫോണും കാണാനായിട്ട് പോകരുത് കേട്ടോ. കാരണം മൊബൈൽ ഫോണൊക്കെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേറെ ചെറുതായിട്ടൊരു ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. പിന്നെ രാവിലെയാണ് പരീക്ഷയെങ്കിൽ തലേ ദിവസം തന്നെ ബാഗ് സെറ്റ് ചെയ്ത് വെക്കുക. രാവിലെ ഉച്ചയ്ക്കാണ് പരീക്ഷയെങ്കിൽ രാവിലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു 3-4 പെൻ കരുതുക, എറേസർ, ഷാർപ്നർ, പിന്നെ അതുപോലെ പെൻസില്, കളേഴ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ഒക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പഠന സമയം നിങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയ സ്കൂൾ ബസ്സിനൊക്കെയാണ് പോകുന്നതെങ്കിൽ ആ ബസ്സിന്റെ ടൈമിൽ തന്നെ റെഡിയാകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പോകുന്ന സമയം ക്രമീകരിച്ച് പഠന സമയം നിർത്തി ഒക്കെ കൃത്യസമയത്ത് തന്നെ റെഡിയായി പോകാനായിട്ട് നോക്കുക. പിന്നെ ഉച്ചയ്ക്കാണ് എക്സാം എങ്കിൽ പോകുന്നതിന് കുറച്ച് മുമ്പ് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഉച്ച കഴിഞ്ഞൊക്കെ ഉറക്കം വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ രാവിലെയാണോ എക്സാം, ഉച്ചയ്ക്കാണോ എക്സാം എന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഈ 2 എക്സാമിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതായത് എനിക്ക് രാവിലത്തെ എക്സാം ആയിരുന്നു ഇഷ്ടം കേട്ടോ. അപ്പോൾ രാവിലത്തെ എക്സാം ആണെങ്കിൽ രാവിലെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ടൊക്കെ പഠിക്കാനിരിക്കാം. ഇനി ഉച്ച കഴിഞ്ഞാണ് എക്സാം എങ്കിൽ രാവിലെ കുറച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ എനിക്ക് രാവിലെ എക്സാം എഴുതാനായിരുന്നു ഇഷ്ടം. നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ എഴുതാൻ ഇഷ്ടമെന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടി ഇറങ്ങുന്നതിന് മുമ്പ് റീചെക്ക് ചെയ്യുക. ബാഗിൽ എല്ലാ ഐറ്റംസും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ച് വീട്ടിലുള്ളവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുക. ഇനി ഉച്ച കഴിഞ്ഞത്തെ എക്സാം ആണെങ്കിൽ ഒരു 4 മണിയോടുകൂടി എക്സാം കഴിയും. ചിലർക്ക് അത് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ടാവും. അപ്പൊ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുക. കഴിവതും എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പേരൻസിനോടൊക്കെ എക്സാമിനെ കുറിച്ച് പറയുക. ചില എക്സാം ഈസി ആയിരിക്കും, ചിലത് ടഫ് ആയിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, അടുത്തത് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്കൊന്നും മേടിക്കാൻ പറ്റില്ല. അവനവന് പറ്റുന്ന പോലെ പഠിച്ച് പറ്റുന്ന മാർക്ക് മേടിക്കുക. പിന്നെ കുറച്ച് സമയമൊക്കെ ഫ്രീ ആയിട്ട് ഇരുന്ന് കളിച്ചതിന് ശേഷം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക. ഒരിക്കലും പഠിക്കാനിരിക്കുമ്പോൾ കഴിഞ്ഞ എക്സാം ടഫ് ആയിരുന്നു എന്നോ അതേക്കുറിച്ച് ആലോചിച്ചൊന്നും ഇരിക്കരുത്. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു. കഴിവതും ഈ മാത്സ് എക്സാം എനിക്ക്
പണ്ടേ ടഫുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാത്സ് പരീക്ഷ എഴുതിയിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കും. അപ്പൊ ഞാൻ അതേക്കുറിച്ച് അയ്യോ അറിയാതിരുന്നിട്ടും തെറ്റിപ്പോയല്ലോ ഇങ്ങനെ ചിന്തിച്ച് അടുത്ത എക്സാമിനുള്ള പഠിക്കാനുള്ള സമയം കൂടി കളയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, പിന്നെ അതേക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു 7 തൊട്ട് 8:30 വരെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട്, പിന്നെ ഈ പരീക്ഷയാണെന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട, കുറച്ച് TV ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഉറങ്ങാനായിട്ട് കിടക്കുക. അപ്പോൾ എന്നിട്ടും പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഒരു 10-11 മണിവരെയൊക്കെ വീണ്ടും ഇരുന്ന് ഒന്നുകൂടി പഠിക്കുക കേട്ടോ. അപ്പോൾ രാത്രി 11 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചതിന് ശേഷം കിടന്നുറങ്ങുക. രാവിലെ കഴിയുമെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് ഒന്നുകൂടി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.